നമ്മുടെ ഫയറിൻ്റെ ടാങ്കൊക്കെ ഇതേ മഴ പെയ്ത് ഫുള്ള് നിറഞ്ഞു. ഇപ്പം ഇന്ന് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. നല്ല തെളിഞ്ഞു വരുന്ന ഒരു ആകാശമാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ പ്ലാന്റിൽ നിർമ്മിച്ചിട്ടുള്ള തൽക്കാലത്തേക്കുള്ള ഷെഡൊക്കെ ഇതേ കാറ്റടിച്ച് മൊത്തം തകർന്നു പോയി. അപ്പോൾ ഇവിടെ നല്ല ഇടിവെട്ട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കാറ്. നമ്മുടെ ഹാൻഡ് റെയിലൊക്കെ ഇതേ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ നിർമ്മിച്ച് റെഡിയാക്കി വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ ഹാൻഡ് റെയിലൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് സൈറ്റിൽ കൊണ്ട് റെഡിയാക്കി വെക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പ്. ഇപ്പോൾ നമ്മുടെ ലേബേഴ്സൊന്നും എത്തിയില്ല, എല്ലാവരും വരുന്നേ ഉള്ളൂ. ടൈമായില്ല, നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ദേ നമ്മൾ ഇന്നും ഈ കാണുന്ന വണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി കാലാവസ്ഥയാണ് രാവിലെ തന്നെ. ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു ടോർസ് ലോറിയും പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്ന് അറിയില്ല, എല്ലാ വണ്ടിക്കൊന്നും ഇന്ന് പണിയില്ല. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളുമായിട്ട് നേരെ നമ്മുടെ വട്ടിപ്പട പ്ലാന്റിൽ നിന്ന് കുമ്പളേക്ക് വന്നതാണ്. കുമ്പള സാധനങ്ങളെ ഇറക്കി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡൊക്കെ നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ്. ഇതേ റൈറ്റ് സൈഡിൽ ലൈറ്റൊക്കെ കത്തുന്ന കാണാം. നല്ലൊരു ഫ്രീ ആയിട്ടുള്ള റോഡാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് അങ്ങ് പോവാം. ട്രെയിനിൻ്റെ ചൂളം വിളിയൊക്കെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മളേതാണ്ട് കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ റോഡിലൂടെ രാവിലെ ഇങ്ങനെ വണ്ടി എടുത്ത് പോവാൻ നല്ലൊരു അടിപൊളി ഫീലാണ് കേട്ടോ. ഒരു വെള്ള പന്തലിട്ട പോലെ ആകാശം ഇങ്ങനെ റെഡിയായി കിടക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റും അതോടൊപ്പം തന്നെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ചൂടുമില്ല. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ രാവിലെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോവാൻ. അപ്പോൾ നമ്മൾ ഷിറിയ പാലത്തിൻ്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും പുഴ ഇങ്ങനെ കലങ്ങിയാണ് ഉണ്ടാവാറ് കേട്ടോ. മൊത്തം കലങ്ങിയിട്ടാണുള്ളത്. അങ്ങനെ നമ്മൾ പോയി ഇത് മൊസങ്കടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല രീതിയിൽ മഴ വന്നു തുടങ്ങി. നല്ല രീതിയിലല്ല, ചെറിയ രീതിയിൽ മഴ വന്നു തുടങ്ങി കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ഉപ്പള എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ പെയ്തത്. അപ്പോൾ നമ്മുടെ അജോഷാട്ടൻ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എൻജിനീയറാണ്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇവിടെ കുറച്ച് വർക്കുണ്ട്. നമ്മുടെ ഹൈവേയിൽ അവിടെ ഇവിടെയായിട്ട് കുറേ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എടുത്ത് പോകുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഹൈവേയുടെ വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല. റോഡിലൊക്കെ നമ്മുടെ വർക്കേഴ്സ് ഉണ്ടാവും. ജീപ്പൊക്കെ പോകുന്ന പോക്ക് നോക്കി.
അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഉപ്പള പാലത്തിൻ്റെ മുകളിലാണ് കേട്ടുള്ളത്. അതായത് നമ്മുടെ ഫ്ലൈ ഓവറിന് മുകളിൽ വണ്ടിയൊക്കെ തീയൊരു പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇവിടെ കുറച്ച് വർക്കുണ്ട് കേട്ടോ. കുറച്ച് ഷീറ്റൊക്കെ കട്ടി തരണം, അതിൻ്റെ പണിയാണ്. രാവിലെ തന്നെ നല്ല രീതിയിലുള്ള മഴയൊക്കെ പെയ്തു, ഇപ്പം ചോർന്നതേ ഉള്ളൂ. നമ്മുടെ ഉപ്പളമുള്ള ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. ഇപ്പം കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് താഴെ കൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാം. ഈ ഒരു ഗ്യാപ്പിലൂടെ താഴോട്ട് വെള്ളം ഒഴുകുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്, മഴത്തുള്ളിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഷീറ്റ് അടിച്ച് പോവാണ്, മൊത്തത്തിൽ കവറാക്കിയിട്ട് താഴോട്ട് മഴ കൊള്ളാത്ത രീതിയിലാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വണ്ടികളൊക്കെ അമ്മാതിരി പോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കാര്യമായ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂച്ചക്കൂട്ടനൊക്കെ ഇത് ഇവിടുന്ന് GSB ഒക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷിബിൻ്റെ JCBയും ഇവിടെ ഉണ്ട്. JCB ആണ് ഇതൊക്കെ ഇളക്കി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് പരിപാടികളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്രാഷ് ബാരിയർ കയറ്റാൻ വേണ്ടി വന്നതാണ്. വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാലത്തിൻ്റെ താഴെയും മുകളിലായിട്ട് നമ്മുടെ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലിതാ നമ്മൾ ഈ ഗ്യാപ്പൊക്കെ നല്ല ഷീറ്റൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് പോകണം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഷീറ്റ് വരുന്നത്. നല്ല അടിപൊളി ഒരു ഷീറ്റാണ്. ഈ ഗ്യാപ്പ് മൊത്തം അങ്ങോളം ഏകദേശം 230 മീറ്ററോളം ഇങ്ങനെ ചെയ്തു പോകണം. അങ്ങനെ നമ്മൾ ഉപ്പള നിന്നും ദേ കുമ്പള എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും നല്ല രീതിയിലുള്ള മഴക്കാറൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് കുറച്ച് കട്ടിംഗ് വീലും അതുപോലെ തന്നെ സെൽഫ് സ്ക്രൂ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ മൊഗ്രാൽ പുത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അളവെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ ഹാൻഡ് റെയിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ അളവെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോയിൽ നെയിലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കംപ്രസറും ക്രെയിനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു വലിയ മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. റോഡിലൂടെയൊക്കെ വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുത്ത് നേരെ നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല ഇടിവെട്ട് വെയിലാണ്. ഇതേ കണ്ടോ, ആകാശമൊക്കെ നോക്കി ചുട്ടു പഴുത്തങ്ങോട്ട് കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇപ്പം വർക്കിംഗ് അല്ല കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം ഓരോരോ ഷെഡുകളൊക്കെ കാണാം. നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജിൻ്റെതും അതുപോലെ തന്നെ ഹാൻഡ് റെയിലിൻ്റെ ഒക്കെ വർക്ക് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇഷ്ടംപോലെ മെറ്റീരിയൽസുകൾ ഇവിടെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചാണ്. അതാ ഇവിടെയൊക്കെ മൊത്തം INSMBയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഓരോ മോൾഡാണ് കേട്ടോ ഓരോ സാധനത്തിൻ്റെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്.
ഇത് എല്ലാവരും ഓരോരോ വർക്കിലാണ് കേട്ടോ. ഇതൊക്കെ ഹാൻഡ് റെയിലിൻ്റെ വർക്കാണ്. മൊത്തം ഉരച്ച് നിലവിലുള്ള മെറ്റലൊക്കെ ഉരച്ച് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രൈമർ അടിക്കുന്നുണ്ട് അവിടെയായിട്ട്. അത് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കണം. അതേപോലെ ഇവിടുന്ന് ഇത് ഓരോ സാധനങ്ങൾ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തൊക്കെ ചെയ്യാണ്. ഇതൊക്കെ നമ്മുടെ ലൈറ്റിൻ്റെ കവറാണ് കേട്ടോ. നമ്മളെ അണ്ടർപാസിൻ്റെ അടിയിൽ വയ്ക്കുന്ന ലൈറ്റിൻ്റെ കവറുകളാണ്. ഓരോ സാധനങ്ങളായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി വരുന്നുണ്ട്. ഇവിടെ ക്യാൻട്രയിൽ ഇത് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ചുറ്റുപാടും മൊത്തത്തിൽ ഫാബ്രിക്കേഷൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. കാറ്റിൻ്റെ ശക്തിയിൽ ഈ തൂണൊക്കെ സപ്പോർട്ട് ചെയ്തെടുക്കുന്ന ബെൻഡായി പോയിട്ടുണ്ട് കണ്ടോ. അത്ര ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ അടിക്കുന്നത് കണ്ടോ. ഇതൊക്കെ മൊത്തം ചെരിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞു ഏതാണ്ട്. ഇനി ഇതൊക്കെ മൊത്തത്തിലൊന്ന് ക്ലിയർ ആക്കണം. ഇവിടെയൊക്കെ മൊത്തം സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. നമുക്ക് ഇനി സൈഡിലോട്ട് പോകണം. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുകൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സമയമായില്ല മോനെ, ഇപ്പോൾ പോവാട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പ്ലാന്റിൻ്റെ മുന്നിലോട്ട് നടക്കുകയാണ്. നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇന്ന് എല്ലാ വണ്ടികളും പോയിട്ടുണ്ട്. ഇതേ നമ്മുടെ വണ്ടി മാത്രം പോയില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓട്ടം കുറവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി മാത്രം ഇതേ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് വെയിലാണ് കേട്ടോ. ഇടിവെട്ട് വെയിൽ. സൂര്യനെ നോക്കി ഉദിച്ച് ജലിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ക്രെയിനൊക്കെ എന്തൊക്കെയോ കാറ്റാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി നേരത്തെ ഇവിടെ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ലോഡായി കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ മഞ്ചേശ്വരം ഇറക്കാനുള്ള സാധനമാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് കണ്ടോ. ഇത്രയും സാധനങ്ങൾ കയറ്റി ഇതൊക്കെ ഇനി കൊണ്ടുപോയി സൈഡിൽ ഇറക്കണം. അപ്പൊ നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ലോഡ് പോയിട്ട് ഇതേ സൈഡിലോട്ട് പോവാണ്. ഇവിടെയൊക്കെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. മൊത്തം വെയിലടിച്ചിട്ട് മൊത്തം തിളങ്ങുകയാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ ഇതേ മഞ്ചേശ്വരം നമ്മുടെ ഇവിടെയായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ കുമ്പള പോകണം, കുറച്ച് എണ്ണ അടിക്കണം, നേരെ റൂമിലോട്ട് പോകണം കേട്ടോ.